നാളെ വൈകിട്ട് 4:30 കേജ്രിവാളിന് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസ് സമയം അനുവദിച്ചിരിക്കുന്നത്. സുപ്രധാനമായ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാൻ പോകുന്നു. നോബൽ മാരിക്കാരൻ, നോബൽ നേരത്തെ പറഞ്ഞ പേരുകൾക്കൊപ്പം ഞാനൊരു 4 പേരുടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ ഒന്നാം സ്ഥാനം നോബൽ പറഞ്ഞ പേരിന് തന്നെയാണ് നമ്മുടെ ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ ഡാറ്റ ടീം നൽകിയിരിക്കുന്നത്. ഈ 5 പേരുകൾക്കുമുള്ള സാധ്യത എങ്ങനെയാണ് നോബൽ? അതോ അതിഷി എന്ന് ഉറപ്പിച്ചോ? സുജ, അതിഷിയെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുമ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന നേതാക്കളായ ബാക്കിയുള്ളവരുടെ പേരുകളും സജീവമായി തന്നെ ചർച്ചയിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിഷിക്ക് പ്രാധാന്യം കിട്ടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അത് കേജ്രിവാളിൻ്റെ ഏറ്റവും വിശ്വസ്ത എന്ന പേരിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ 11ഓളം വകുപ്പുകൾ ഈ മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നതും അതിഷിക്ക് ഗുണകരമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ പശ്ചാത്തലത്തിൽ അതിഷി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും. അതിനപ്പുറം മറ്റേതിന് പേര് വരണമെങ്കിൽ ഒരുപക്ഷേ നാളെ ചേരുന്ന MLA-മാരുടെ യോഗത്തിൽ അതിലൊരു ധാരണയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു സമ്മർദ്ദത്തിലേക്ക് വരേണ്ടി വരും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ നിലവിൽ പുറത്തുള്ള സാഹചര്യത്തിൽ, നേരത്തെ അദ്ദേഹം ജയിലിലായിരുന്നു, ഇപ്പോൾ അദ്ദേഹം പുറത്തുള്ള പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്ന പേരിനപ്പുറം മറ്റൊരു കാര്യവും ഈ ഘട്ടത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ആം ആദ്മി പാർട്ടിയിൽ അത്തരത്തിൽ ഒരു വിള്ളൽ ഇപ്പോൾ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സജീവമായി മറ്റേ MLA-മാരുമായി അത് നാളെ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഒരു പക്ഷേ മറ്റു പേരുകൾ ഉയർന്നാൽ മാത്രമായിരിക്കും ഒരു തർക്കത്തിലേക്ക് പോകേണ്ട സാഹചര്യമുള്ളൂ. നിലവിൽ അങ്ങനെ ഒരു ഘട്ടം ആം ആദ്മി പാർട്ടിക്കകത്ത് ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിഷിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒരൊപ്പം ഈ സുനിത കേജ്രിവാൾ അടക്കമുള്ളവരുടെ പേരുകളും ഒരു ഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ആ കാര്യത്തിലേക്കൊന്നും ഈ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി കടക്കുന്നില്ല എന്നാണ് ചില നേതാക്കൾ വ്യക്തമാക്കുമ്പോൾ, അവർ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നതാണെങ്കിലും നാളെ വരെ എന്താണെങ്കിലും കാത്തിരിക്കണം. കാരണം MLA-മാരുടെ യോഗത്തിൽ മാത്രമാണ് ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഓക്കെ, താങ്ക് യു നോബൽ മാരിക്കാരൻ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം. നോബലിലേക്ക് പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുന്നു. അതിഷിക്കപ്പുറം മറ്റൊരു ചോയ്സിലേക്ക് പോകാൻ സാധ്യത കുറവാണെന്നാണ് നോബൽ മാരിക്കാരൻ പറയുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയാവുകയാണ് ദില്ലിയിലെ അധികാരമാറ്റം. അതിന് കൂടുതൽ വിവരങ്ങൾ, ഒപ്പം മറ്റു വാർത്തകൾ എല്ലാം ഉണ്ട് ഇവിടെ.